നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പായസം. പായസം എന്ന് പറയുമ്പോൾ നമ്മുടെ വായിലൂടെ വെള്ളം വരും. വായിലൂടെ വെള്ളം വരുന്നത് മാത്രമല്ല, നമ്മുടെ മൂക്കിലൂടെ നല്ല മണം വരുന്നുണ്ട്. ഇത് നിസ്സാര പായസമല്ലത്. ഈ പായസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. ഇത് എന്തുവാണെന്ന് പറഞ്ഞാൽ ചക്കപ്പായസമാണ്. അതായത് ചക്കപ്പായസത്തിന്റെ ഇന്ന് നമ്മൾ ചക്കപ്പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കപ്പായസം ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. നെയ്ക്കകത്ത് ഈ പൾപ്പാണ്, ചക്ക അരച്ച പൾപ്പാണിത്. ഇത് നമ്മൾ നെയ്ക്കകത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പൊ അത് നമ്മൾ അതിനകത്തോട്ട് ചേർക്കാൻ പോവാം. എത്രയൊക്കെയത്? ഇത് 9 കിലോ ചക്കയുണ്ട്, പഴം. ചക്ക നമ്മൾ തൂക്കിയാണ് ഇത് എടുക്കുന്നത്. 9 കിലോ ചോള. അത് നമ്മൾ അങ്ങനെ അതിന്റെ കണക്കെന്ന് പറഞ്ഞാൽ ചക്കയ്ക്കകത്ത് അത്രയും കിട്ടത്തില്ല. നമ്മൾ 10 കിലോ ഉള്ള ഒരു ചക്ക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചുള കിട്ടുന്ന ഒരു 2-2.5 കിലോ. ചില ചക്കയിൽ മാത്രം 3 കിലോ കിട്ടും. ആവറേജ് 2 കിലോയാണ് അതിന്റെ ഒരു കണക്ക്. ഇതിനകത്ത് ചക്കപ്പായസത്തിൽ ചേർക്കാനുള്ള ചേരുവകള് ചവ്വരി ചേർക്കണം, തേങ്ങ വറുത്തിടണം, നമ്മുടെ ശർക്കര പാനിയാക്കി ചേർക്കണം, പിന്നെ പാല് ചേരും, നെയ്യ് ചേരും. നമ്മൾ ഇത്രയും സാധനമാണ് ഇതിനകത്ത് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് ഇനി അങ്ങ് വരട്ടി മാറ്റും. നെയ്ക്കകത്ത് നന്നായിട്ടാണ് ഇപ്പൊ വെന്ത് വരണ്ട് കിടക്കുവാണ്. നമ്മൾ ചവ്വരിയാണ് അത് കാച്ചി വെച്ച് തിളപ്പിച്ച് പരിവാക്കി വെച്ചേക്കുക. അതാണ് അടുത്ത് ചേർക്കുന്നത്. അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചേക്കുവാണ്. അവിടെ വെച്ചോ, അങ്ങോട്ട് വെച്ചോ. അത് അതിൻ്റെ കൂടെ ചേർക്കുവാണ്. ഇതിനകത്ത് പാല് ചേർക്കുക. എന്താ പോലെ? ഇത് നല്ല പശുവും പാല്, നല്ല ഒന്നാന്തരം പശുവിന്റെ പാല് ചേർത്തും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറച്ച് നേരം ഇതെല്ലാം ഒന്ന് സെറ്റ് ആവണം. ഇത് നമ്മൾ നല്ലോണം തിളയ്ക്കുന്നുണ്ടോ? ഇതൊരു തീ തിളച്ച് നല്ല തീ കുറച്ച് വെച്ചേക്കുക. ഇപ്പം നല്ല തിളച്ച ഒരു പരുവമായി കുറുവി നല്ല പരുവത്തിൽ നിൽക്കുക. ഇനി ലാസ്റ്റ് ചേർക്കാനുള്ളത് നമ്മുടെ തേങ്ങാക്കൊത്ത്, വറുത്ത് വെച്ചത് തേങ്ങാക്കൊത്താണ്. അതാണ് ഇനി ഇതിലിടാൻ പോകുന്നത്. ഏലക്കായും ചുക്കുപൊടി ഒന്നിനും കുറവ് വരുത്തുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നല്ല ആവശ്യത്തിന് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ എല്ലാം ലാസ്റ്റായിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇതിന്റെ ലാസ്റ്റ് പ്രയോഗം അതാണ്. ഇത്രയാണ് നമ്മുടെ പായസത്തിനകത്ത് ചേരുന്ന. കണ്ടു കാണുമല്ലോ, പായസത്തില് ഇത് ചുമ്മാതെ അങ്ങ് പായസം ഉണ്ടാക്കുമല്ല, നമ്മൾ അതിനകത്ത് ചേരേണ്ട ചേരുവകളെല്ലാം ചേർത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഇപ്പൊ അവസാന ഘട്ടമാണോ? ഇത് അവസാനം, ഇത് ഫിനിഷായി, ഇതിപ്പോ കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് ഉപയോഗിക്കാൻ പരുവത്തിനായിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ചേർക്കാനുള്ള ഇത് ഇത്രയും സാധനമുള്ള അത് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. വളരെ സ്വാദേറിയതും വളരെ രുചികരമായ ചക്കപ്പായസമാണ്. ഇവിടെ ഈ ചക്കപ്പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഇത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എങ്ങനെ അതേ രീതിക്കാണ് ഇവിടെ ചക്കപ്പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ ആ ഉണ്ടാക്കുന്ന രീതികളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അന്നേരം ഈ ചക്കപ്പായസം വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അതേപോലെ നമ്മുടെ കൊട്ടായക്കര നെടുവത്തൂര് ജാക്കി 5-ലാണ് അന്നേരം ചക്കപ്പായസം ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഓർഡർ അനുസരിച്ചാണ്. നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് ചെയ്യാം. അതല്ല പാക്കറ്റുകളിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തു തരുന്നതായിരിക്കും. അത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അതായത് സുന്ദരൻ ചേട്ടൻ പറയുന്നത് പറയാം, ഇത് കുടിക്കാതെ തന്നെ എനിക്കറിയാം ഇത് വെടിക്കെട്ട് പായസം എന്നാണ്. പക്ഷെ ഞാൻ കുടിച്ചിട്ടേ പറയും, കാരണം എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ്. ചക്കപ്പഴം തന്നെ അടിപൊളി സാധനം കേട്ടോ. ചക്കപ്പഴവും ചവ്വരിയും അതുപോലെ ആ തേങ്ങാക്കൊത്തല്ലേ, തേങ്ങാക്കൊത്തും എല്ലാം കൂടെ കിടന്നപ്പോൾ സത്യം പറഞ്ഞാൽ പായസത്തിലെ രാജാവ് തന്നെ കേട്ടോ. സൂപ്പർ പായസം. പശുവും പാലും നെയ്യും ഉണ്ടല്ലോ, നെയ്യുണ്ട്. അതായത് ശരീരത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു സാധനം പോലും മോശമായിട്ടുള്ള ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹെൽത്തി ഫുഡ്, ഒരു നല്ല ആരോഗ്യമുള്ള തലമുറയാണ് നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മായമില്ലാത്ത ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അന്നേരം തീർച്ചയായിട്ടും സുന്ദരേട്ടൻ്റെ മിക്കവാറുള്ള വിഭവങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പകർത്താറുണ്ട്, ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പാണ്. അതേപോലെ ഞാൻ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തിയുള്ള വീഡിയോ ഞാൻ ചെയ്യാറുള്ളൂ. ആരും എടുത്തു തരുന്ന വീഡിയോ ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സ്വാദ് എനിക്ക് അറിയാവുന്നതുകൊണ്ട്, ഇതിന്റെ രുചി എനിക്ക് അറിയാവുന്നതുകൊണ്ടാന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ട്, ചക്കയിൽ വിരിയുന്ന സുന്ദരൻ സ്വാദുകൾ.
അതിനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ. നല്ല ഒന്നാന്തര പായസമാണ് കേട്ടോ.